തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സിപിഐഎമ്മിൽ നേതൃമാറ്റത്തിന് മുറവിളി. കണ്ണൂരിൽ പി ജയരാജന് വേണ്ടി പ്രവർത്തകർ ഫ്ലക്സ് ഉയർത്തി. അമർഷം പുകയുന്ന ആലപ്പുഴയിൽ പ്രതിഭയുടെ തോൽവിയെ ചൊല്ലി പ്രവർത്തകരും നേതാക്കളും തമ്മിൽ തർക്കം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ LDF അധികാരത്തിൽ വരരുതെന്ന് ജനം തീരുമാനിച്ചിരുന്നതായി CN മോഹൻ വ്യക്തമാക്കി. പിണറായി വിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമെന്ന് സെബാസ്റ്റ്യൻ പോൾ തുറന്നടിച്ചു. കേരളത്തെ ബംഗാളാക്കാൻ അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി നടൻ വിനായകൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചു. UDFന് 100-ലധികം സീറ്റുകൾ നൽകിക്കൊണ്ടുള്ള ജനവിധി CPIMന് ഇടുത്തിയായതിനു പിന്നാലെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. കണ്ണൂരിന്റെ പൊന്നാപുരം കോട്ടകളിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും നൽകിയ തിരിച്ചടി നേതൃത്വത്തിനുള്ള ശക്തമായ സന്ദേശമാണ്. നേതൃമാറ്റവും സമൂല പരിവർത്തനവുമല്ലാതെ മറ്റൊരു പരിഹാരമില്ലാത്ത പ്രശ്നത്തിന് പ്രവർത്തകർ തന്നെ പരിഹാരം നിർദ്ദേശിക്കുകയാണിപ്പോൾ. കണ്ണൂരിൽ P ജയരാജനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഇന്നും ഫ്ലെക്സ് ഉയർന്നു. കുത്തൊഴുക്കിൽ പിടിച്ചുനിന്ന അഴീക്കോട് മണ്ഡലത്തിലാണ് P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന ഫ്ലെക്സ് ഉയർന്നത്. ആലപ്പുഴ ജില്ലയിലും സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറികൾ തുടങ്ങി. കായംകുളം മണ്ഡലത്തിൽ പ്രതിഭയെ പാർട്ടി നേതാക്കളാണ് തോൽപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചു. പാർട്ടി കോട്ടയായ പത്തിയൂരിൽ 1500 വോട്ടിന് പിന്നിലായതും മുന്നേറ്റമുള്ള നഗരസഭാ പരിധിയിൽ 8000 വോട്ടിന് പുറകിലായതും ചില നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലെ ആരോപണം. ഏരിയ കമ്മിറ്റിയിലെ ചില നേതാക്കളൊഴികെ ഭൂരിപക്ഷം പേരും അടിസ്ഥാന സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയോ ബൂത്ത് കൺവെൻഷനോ കമ്മിറ്റിയോ കൂടുകയോ ചെയ്തില്ലെന്നും കുറിപ്പിലുണ്ട്. പ്രതിഭയുടെ തോൽവി ചർച്ചയായതോടെ ജില്ലാ സെക്രട്ടറി പ്രതിരോധവുമായി രംഗത്തെത്തി. തോറ്റാൽ എന്ത് അസംബന്ധവും പറയാമോ എന്ന് R നാസർ. തോറ്റു കഴിയുമ്പോൾ എന്തും വിളിച്ചു പറയുന്നു. അവിടുത്തെ ആളുകൾ നല്ലപോലെ പണിപ്പെട്ടതിന് ശേഷമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ 3-ാം സ്ഥാനത്ത് പോയത്. കായംകുളം മണ്ഡലം അത് ആരുടെ കുഴപ്പം കൊണ്ട ആ 3-ാമത് പോയതിനകത്ത് അത് അവർക്കില്ലേ. എന്നിട്ട് ഇപ്പം തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ വർത്തമാനം പറയണം. LDFനെതിരായ ജനവിധി ജനങ്ങളുടെ കരുതിക്കൂട്ടിയുള്ള തീരുമാനമായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വരാൻ പോകുന്ന സർക്കാരിനെ അന്ധമായി എതിർക്കുന്ന സമീപനം ഉണ്ടാകില്ലെന്നും CN മോഹനൻ. LDFന്റെ ഗവൺമെന്റിന് ഭരണവിരുദ്ധ വികാരമുണ്ടോ വെച്ചാൽ ഇല്ല. പക്ഷേ ഇനി LDF ഭരിക്കേണ്ടെന്നുള്ള തീരുമാനമുണ്ട്. ആ വികാരമുണ്ട്. LDF അല്ല ഇനി ഭരിക്കേണ്ടത്. എന്നാൽ വികാരം കേരളത്തിൽ എമ്പാടും ഉണ്ടായതാണ്. അപ്പോൾ ആ വികാരം ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് നമുക്ക് തോൽവി ഉണ്ടായത്. അല്ലെങ്കിൽ ഇത്രയും തോൽവി ഉണ്ടാവേണ്ട പ്രശ്നം ഒന്നുമില്ല. UDFനുണ്ടായ മികച്ച വിജയത്തിന് പിന്നിൽ ജനങ്ങൾ പൊറുതിമുട്ടി വോട്ട് ചെയ്തതാണെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ചിലരൊക്കെ അവകാശപ്പെടുന്നുണ്ട് അവരുടെ മാത്രം മിടുക്കൊണ്ടാണ് ഇതുണ്ടായത്. ഒന്നുമല്ല, ജനങ്ങൾ പൊറുതിമുട്ടി, ജനങ്ങളുടെ മനസ്സിന് മുറിവേറ്റു, ഇത് തിരിച്ചു പിടിക്കണം എന്നവർക്ക് തോന്നിയപ്പോൾ അവർ ചെയ്ത വോട്ട് ഇവരും ആ കൂട്ടത്തിൽ നിന്നു എന്നുള്ളൂ. വേറെ ആൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് UDFന്റെ മഹാവിജയത്തിന് പിന്നാലെ നിലപാടിൽ മലക്കം മറിഞ്ഞ വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. തോൽവി പരിശോധിക്കട്ടെയെന്നും VD സതീശൻ മികച്ച പ്രതിപക്ഷ നേതാവാണെന്നും വെള്ളാപ്പള്ളി. രമേശ് ചെന്നിത്തല അത് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആള്, ഏറെ നാൾ പ്രവർത്തന പാരമ്പര്യവും പരിചയമുള്ള ആള്, മെയ്വഴക്കമുള്ള ആള്, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നയവും നയജാതിലുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം 5 കൊല്ലം വിരലിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പ്രഗത്ഭമായ രീതിയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള ആ പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നുള്ളത് നേരെ തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം പിണറായി വിരുദ്ധ വികാരമെന്ന് CPIM സഹയാത്രികൻ സെബാസ്റ്റ്യൻ പോൾ. പിണറായിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം തിരിച്ചടിയായി. വ്യക്തികേന്ദ്രീകൃത പാർട്ടിയല്ലാത്ത CPIM പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ നിയമങ്ങൾ മാറ്റുകയാണെന്നും വിമർശിച്ചു. നമ്മൾ സാധാരണ ഒരു ന്യായം പറയുന്നത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയും. അത് സാധാരണ സാഹചര്യങ്ങളിൽ നമുക്കങ്ങനെ പറയാം. ഇവിടെ ലളിതമായി പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരമാണ് വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതിന് അനുസൃതമായി അവർ വോട്ട് ചെയ്തു. CPIMന്റെ തെറ്റുതിരുത്തൽ അതരവ്യായാമം മാത്രമാണെന്നും തനിക്ക് അനുഭവമുള്ളതാണെന്നും വിമർശിച്ച തളിപ്പറമ്പ് നിയുക്ത MLA TK ഗോവിന്ദൻ. CPIMനകത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ, കുടുംബാധിപത്യത്തിനും അതുമൂലമുണ്ടാകുന്ന അഴിമതിക്കും എതിരെയിട്ടുള്ള ശക്തമായ പ്രതികരണമാണ് തളിപ്പറമ്പിലെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ CPIM തയ്യാറാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ കടുത്ത തിരിച്ചടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് തോൽവിക്ക് ശേഷവും പാർട്ടി അണികൾ പങ്കുവെക്കുന്നത്. നേതാക്കളുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ വിമർശനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.